ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഇഷ്യൂസ് ബ്രേക്കപ്പിലോട്ട് നയിക്കാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു റിലേഷൻഷിപ്പിൽ അത് വിവാഹം കഴിഞ്ഞവരായിക്കോട്ടെ വിവാഹം കഴിയാത്ത ആളുകളായിക്കോട്ടെ പ്രശ്നമുണ്ടാവുക എന്ന് പറയുന്നത് സർവ്വസാധാരണയാണ്. പലരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എറൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു സന്ദർഭത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ബ്രേക്കപ്പിലോട്ട് പോകാതെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ദീർഘകാലം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് അതിനുവേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട്, അങ്ങനെ ഒരു പ്രശ്നം എറൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്തിൻ്റെ പേരിലായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ അത് കുറച്ച് സമയമെടുത്തുകൊണ്ട് അഥവാ പെട്ടെന്ന് തന്നെ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെ പരിഹാരം കണ്ടെത്തണം എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായി പോകും. ആ സമയത്ത് രണ്ടുപേരും ഇമോഷണലി വളരെയധികം വീക്കായിട്ടിരിക്കുന്ന സമയമായിരിക്കും. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളതൊന്നും പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് സൈലൻ്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സൈലൻസ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ഒരാളിങ്ങനെ നന്നായിട്ട് സംസാരിക്കുകയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിന് നേരെ മറുപടി അങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിൽ കൊണ്ട് ചെന്നെത്തിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേദന ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ ഇമോഷണലി നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. അപ്പോൾ ഒരാൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ തെറിയായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സൈലൻ്റ് ആവുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ തിരിച്ചു പറയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് സൈലൻ്റ് ആയിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഒരു ഡീപ്പ് കോൺവെർസേഷന് വേണ്ടിയിട്ട് തയ്യാറാവുക. രണ്ടുപേരും ഒന്ന് സംസാരിക്കണം. ഒന്ന് ആ പ്രശ്നം കഴിഞ്ഞ് കുറച്ച് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സംസാരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക. അതിന് ഈ വീഡിയോ കേൾക്കുന്നത് ആരാണോ അവർ മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്താണ് പറയുന്നത്. മുൻകൈ എടുക്കുക, ഒന്ന് സംസാരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. അത് വീട്ടിലാവാം, പുറത്താവാം. മൈൻഡൊക്കെ ഒന്ന് കാമായിട്ട് ഇരുന്നു കൊണ്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുമായിട്ട് ടോക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം അവരുടെ കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആ കൈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ആ ഒരു ദേഷ്യവും ആ ഒരു വിദ്വേഷവും അതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ ഫീൽ ചെയ്യാനും ഒന്ന് കാമായിട്ട് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് കൈ ഒന്ന് ഹോൾഡ് ചെയ്യണം എന്ന് പറയുന്നത്. കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട്, അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണ് മുൻകൈ എടുക്കുന്നത് അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കൈ ഹോൾഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. ഇനിയിപ്പോൾ ഇത് വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് മാത്രമല്ല കേട്ടോ, വിവാഹം കഴിക്കാത്ത റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകൾക്കും സെയിം ടിപ്സ് തന്നെയാണ് പറഞ്ഞു തരാനുള്ളത്. അങ്ങനെ കൈ ഹോൾഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുക, സോഫ്റ്റായിട്ട് സംസാരിച്ച് തുടങ്ങുക. എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് രണ്ടുപേർക്കും പറയാനുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അഥവാ ലിസണിങ്ങിന് രണ്ടുപേരും തയ്യാറായിരിക്കണം. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തയ്യാറല്ലെങ്കിൽ കൂടി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക. അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കും. കാരണം നിങ്ങൾ ഗൗരവത്തിലല്ല സംസാരിക്കുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ടെൽ മീ മോർ, കൂടുതൽ പറയാനുള്ള അവസരം നൽകുക, രണ്ടു കൂട്ടരും കൂടുതൽ കേൾക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി രണ്ടുപേർക്കും സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരാളുടെ പെയിൻ എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡീപ്പ് കോൺവെർസേഷൻ നല്ലതാണ്, ലിസണിങ് നല്ലതാണ്, പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഒന്ന് സൈലൻ്റ് ആവുന്നത് നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ്. ഇനിയും ധാരാളം ടിപ്സുകളുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഗൈഡൻസോ അല്ലെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങോ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് ടോക്ക് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത്
നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ഭാഗത്ത് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യാനുള്ള ഒരു മനസ്സ് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഫോർഗീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സോറി പറയേണ്ടി വരും. നിങ്ങളുടെ ആ ഈഗോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് സോറി പറയാൻ തയ്യാറാവുക. പല റിലേഷൻഷിപ്പും തകരുന്നത് ഒരാൾക്ക് മാപ്പ് പറയാനുള്ള ആ ഒരു എന്താ പറയുക മനസ്സില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ മാപ്പ് പറയാത്തത് കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളിലും കൊണ്ട് ചെന്നെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ മറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വളരെയധികം താഴ്മയോടുകൂടി, അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും എന്ത് ചെയ്യുക, സോറി പറയുക. തൻ്റെ ഭർത്താവിനോടല്ലേ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോടല്ലേ പറയുന്നത്. ഒരു ദീർഘകാലം നീണ്ടുപോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ മാപ്പ് പറയാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചില ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയോ പിണങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് ടൈം വേണ്ടി വരും. അപ്പോൾ അവർ മനസ്സിൽ നമ്മളോടുള്ള ആ ഒരു വെറുപ്പും അല്ലെങ്കിൽ ആ പറഞ്ഞതിൻ്റെ ഷോക്കും പെയിനും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തുടങ്ങി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ആ കോൺവെർസേഷൻ ഒന്ന് കട്ട് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക. അത് പറയുന്ന ആളാണെങ്കിലും ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും അവിടെ സൈലൻസ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അഥവാ അവർക്ക് റിക്കവർ ആവാനുള്ള ആ ഒരു ടൈം പീരീഡ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷം സംസാരിക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് കുറ്റപ്പെടുത്താതെ, അഥവാ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുക. അതിന് പകരം അവരോട് ഒരു റിക്വസ്റ്റ് ആയിട്ട്, ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇനി നീ അത് ഒന്ന് ആവർത്തിക്കാതിരിക്കുമോ, കാരണം അതെനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുക. അതിന് പകരം നീ എന്നാലും അങ്ങനെ ചെയ്തല്ലോ, ആ കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള സംസാരം മാറ്റിയിട്ട് ഒരു റിക്വസ്റ്റ് എന്നോണം താഴ്മയോട് കൂടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ഭാര്യ ഭർത്താവിനോടാണെങ്കിലും ഭർത്താവ് ഭാര്യയോടാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾ മുകളിൽ ഒരാൾ താഴെ എന്നുള്ള ആ ഒരു ലെവലില്ല. രണ്ടുപേരും ഈക്വലാണ്. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള വാല്യൂ നൽകുക, രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് നൽകുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഏതാനും ചില ചെറിയ ചെറിയ ടിപ്സുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ലൈഫ് സേവ് ചെയ്യാൻ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അതും താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. കമൻറ്റ്സ് ഞാൻ കാണുന്ന സമയത്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.